നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവസാനമായിട്ട് ഇറങ്ങിയ വാഗണറിന്റെ മോഡലിൽ നമ്മൾ പെർഫോമൻസ് എയർ ഫിൽറ്റർ വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ വണ്ടിക്കകത്ത് സെറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസും ആയിട്ട് നമുക്ക് ബാക്കി വീഡിയോയിൽ കിടക്കാം. ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ എയർ ഫിൽറ്റർ. അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ട് നമുക്കിപ്പം നമ്മുടെ പ്രഷർ ബോഡിയുടെ ഈ ആദ്യം വരുന്ന ഇവിടാണ്. അപ്പോൾ ഇവിടുന്ന് ഉള്ള കണക്ഷനും ബാക്കി നമുക്ക് ഈ ഇരിക്കുന്ന പൈപ്പിങ്ങും ഈ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കണം. ഇതിൻ്റെ അകത്ത് നമ്മുടെ എയർ ഫിൽറ്റർ, പേപ്പർ എയർ ഫിൽറ്റർ ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അതായത് ഇവിടെ നമുക്ക് എന്തായാലും ഇരുത്താൻ പാടാണ്, പക്ഷേ ഇവിടെ സ്ഥലമില്ല അതിനുവേണ്ടി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇത്ര ഇങ്ങോട്ട് വന്നിട്ട് വേണം, ഇവിടെ വേണം നമുക്കിത് ഫിറ്റ് ചെയ്യാനായിട്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റോക്ക് സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് തരാം. എടാ കാലെടുത്തേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫിൽറ്റർ വെച്ചതിന് ശേഷം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിനി എല്ലാം അഴിച്ചു മാറ്റി നമുക്ക് എൻ്റെ പഴയ രീതിയിലേക്ക് നമുക്ക് ആക്കിയിട്ട് നമുക്കിത് വേണ്ട, ബാക്കിയെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ഒരു എയർ ഫിൽറ്റർ വെക്കാനായിട്ട് നമ്മുടെ സ്റ്റോക്ക് പൈപ്പിൻ്റെങ്കിൽ നമുക്ക് ഈ ഒരു റബ്ബറിൻ്റെ ഒരു ഇതുണ്ട്, നമുക്കൊരു ബെൻഡുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഈ ഫിൽറ്റർ ഇതിൻ്റെ അകത്ത് ഒരിക്കലും ഇരിക്കത്തില്ല, അതിന് സംഭവം ഇത്തിരി വലുതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കൊടുക്കണമെങ്കിൽ നമുക്ക് റെഡ്യൂസർ വേണം. അതായത് ഈ ഇതിൻ്റെ സൈസിൽ നിന്ന് കൊടുക്കാൻ പറ്റിയ റെഡ്യൂസർ. അപ്പോൾ ഇതിൻ്റെ ഒരു ആവട്ടത്തിൻ്റെ ഒരു ഇതിൽ നിന്ന് അപ്പം ഇതിലേക്കും കൊടുക്കുന്ന രീതിയിലുള്ളൊരു റെഡ്യൂസർ നമുക്ക് വേണം. ആ റെഡ്യൂസർ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ റെഡ്യൂസറിൽ നിന്ന് ഇങ്ങോട്ട് വന്നൊരു പൈപ്പ്, അതായത് നമുക്കൊരു PVC 2 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പൈപ്പിൻ്റെ അറ്റത്ത് നമുക്ക് എയർ ഫിൽറ്ററിലേക്ക് കണക്ഷൻ കൊടുക്കാനായിട്ട് ഒരു ബെൻഡും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഡയറക്റ്റ് നേരെ കൊടുക്കാൻ പറ്റത്തില്ല, ഇവിടെ നമുക്കൊരു ബെൻഡ് കൊടുക്കണം. ബെൻഡ് കൊടുത്താലേ നമുക്ക് ഇരിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു ബെൻഡ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ട് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നതായിരിക്കും എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന്. അപ്പം ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് ഫിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം. എങ്ങനെയുണ്ട് സംഭവം, എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളത് നൈസിന് ബ്ലാക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്യണം സത്യത്തിൽ. അപ്പോൾ ഒത്തിരി കൂടെ കാണാൻ ഇത്തിരി കൂടെ ഒരു വൃത്തിയാവും. ഗൈസ്, അപ്പോൾ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്റ്റോക്ക് മുമ്പ് വരുന്ന ഫിൽറ്ററിന് ഈ ഇവിടുന്ന് ഒരു പൈപ്പ് മുമ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ആ ബോക്സിലേക്ക് ചെല്ലുന്നൊരു പൈപ്പുണ്ട്. അപ്പോൾ നമ്മൾ അത് ഇവിടെ കൊണ്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് ജസ്റ്റ് ഒന്ന് കയറ്റി വയ്ക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ മേളിൽ നിന്ന് ടാഗ് ചെയ്ത് നമ്മളത് ഫിറ്റ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫുൾ ബ്ലാക്ക് ഒക്കെ അടിച്ച് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി ബാക്കി കൊടുക്കേണ്ട നമ്മുടെ സെൻസറിൻ്റെ ഇതും എല്ലാം നമ്മളെല്ലാം കൊടുത്തിട്ടുണ്ട്. കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിതിൻ്റെ സൗണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. എടാ സ്റ്റാർട്ട് ചെയ്തോ. എക്സോസ്റ്റ് കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. നമുക്കെടുത്തോ. വാഗണറിന്റെ സൗണ്ട് തന്നെ നിങ്ങൾ കേൾക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഫിൽറ്ററൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ പൊട്ടലും ചിറ്റലൊക്കെ കേൾക്കുന്നുണ്ട് വണ്ടിക്കകത്ത്. എടാ ഒന്ന് കൊടുത്തേ. യെസ്, എന്തായാലും വണ്ടിയുടെ വണ്ടി ഇത് ടെസ്റ്റ് ചെയ്ത് മീൻസ് നമ്മൾ പെയിന്റ് ഒക്കെ അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് ആയിട്ട് വെച്ച് നോക്കിയാൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളപ്പം വണ്ടി ഓടിച്ച വീഡിയോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ക്ലിപ്പ് ആഡ് ചെയ്യുന്നതായിരിക്കും. ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ ഫിൽറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാനായിട്ടുള്ളൊരു പരിപാടിയിലായിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യം റോഡിൽ വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം സൗണ്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം.
വണ്ടിയുടെ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെപ്പാടെ മൊത്തത്തിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് ഓടിക്കാനായാലും വണ്ടി അത്യാവശ്യം നല്ല ഇത്തിരി ഒരു പഞ്ചി ഫീൽ ആയിട്ടുണ്ട്. പിന്നെ വണ്ടി അത്യാവശ്യം റെസ്പോൺസീവാണ്. ത്രോട്ടിൽ റെസ്പോൺസ് നല്ല ഇനിഷ്യലി നല്ല ഒരു ഡിഫറൻസ് ഉണ്ട്, ഒരു നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. വണ്ടി അത്യാവശ്യം നല്ല നമ്മൾ കാല് കൊടുക്കുന്നതനുസരിച്ചുള്ള ആ ഒരു വലിവും ആ ഒരു കുതിപ്പും എല്ലാം. ഇപ്പൊ നമുക്ക് ഗ്ലാസ് ഇത്തിരി വേണമെന്ന് ഇറക്കി കേൾപ്പിച്ചു തരാം സൗണ്ട് എങ്ങനെയാന്നുള്ളത്. ഇതാണ് നമ്മുടെ സൗണ്ട്. സെക്കൻഡ് ഗിയറിലുള്ള സെക്കൻഡ് ഗിയർ എന്നുള്ളതല്ല, ഏതൊരു ഗിയർ ഇട്ടാലും അതിൽ വലിക്കുന്ന ഒരു വലിവിന് ഒരു പ്രത്യേക സുഖം. നമുക്കൊരു വണ്ടി പോയി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളിപ്പോ 2000 RPM വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് സെക്കൻഡിലേക്ക് ഇട്ട് ഇപ്പൊ വണ്ടി ആളൊരു 3000-3500 RPM ആ റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ആ രീതി വണ്ടി കയറുന്നുണ്ട്. അപ്പൊ ഗായ്സ്, അപ്പം നമ്മുടെ പരിപാടി എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. സോ ഗായ്സ്, അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു പെർഫോമൻസ് എയർ ഫിൽറ്റർ നമ്മൾ വണ്ടി ചെയ്തതിന് ശേഷം വണ്ടിക്കുണ്ടായ ഒരു മാറ്റവും കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് ഗായ്സ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടിയിൽ ഇതുപോലൊരു പെർഫോമൻസ് എയർ ഫിൽറ്റർ നിങ്ങൾക്കും ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൽ കയറി കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഫുൾ ഷിപ്പിംഗ് കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ അതേ കണക്ക് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗായ്സ്.